അപ്പോൾ SLCക്കകത്തിലെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അരിത്തമെറ്റിക് സീക്വൻസി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ടിനകത്ത് എന്താണ് നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നമ്പർ പാറ്റേൺസ് സംഖ്യാശ്രേണികൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഒരു പ്രത്യേകമായ നിയമത്തോടു കൂടി ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നിങ്ങനെ എഴുതാൻ കഴിയുന്ന സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പേഴ്സ് പാറ്റേൺസിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം സംഖ്യകളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? നമ്പർ പാറ്റേൺ എന്ന് വിളിച്ചു. ഇവിടെ എന്താണ് സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടെണ്ണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്പർ പാറ്റേണും അരിത്തമെറ്റിക് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ പാറ്റേൺ എഴുതുവാണ് 1 2 3 4 5. ഓക്കെ, എക്സെട്ര ഇങ്ങനെ പോകുന്നൊരു പാറ്റേൺ എഴുതി. അടുത്തൊരു പാറ്റേൺ 2 4 6 8 10 എന്ന് പറയുന്നൊരു പാറ്റേൺ എഴുതി. ഓക്കെ, അടുത്തൊരെണ്ണം 3 6 9 12 15 എന്ന് പറയുന്നൊരു പാറ്റേൺ എഴുതി. ഓക്കെ, 1 4 9 16 25 എന്ന് പറയുന്നൊരു പാറ്റേൺ ഞാൻ എഴുതി. അടുത്തത് 1 8 27 1 8 27 എന്ന് പറയുന്നൊരു പാറ്റേൺ എഴുതി. ഓക്കെ, അപ്പം ഞാൻ ദേ ഇവിടെ കുറേ പാറ്റേൺസ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. എന്താ ഈ പാറ്റേൺസ്? ഇതെല്ലാം നമ്പർ പാറ്റേൺസ് ആണ് അല്ലേ. ഇതിലെല്ലാം ഓരോ പ്രത്യേക റൂൾ അനുസരിച്ചാണ് ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഒരു കൂട്ടം സംഖ്യകളാണ് അല്ലേ. ഇതെല്ലാം എന്താണ്? നമ്പർ പാറ്റേൺസ് ആണ്. കാരണം ഇതേ ഒന്നാമത്തത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ അടുത്ത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം 1 2 3 4 5 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യകളാണ് എഴുതിയേക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒന്നിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ അടുത്ത സംഖ്യ കിട്ടി, അതിൻ്റെ കൂടെ വീണ്ടും 1 കൂട്ടിയപ്പോൾ അടുത്ത സംഖ്യ കിട്ടി, വീണ്ടും 1 കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? അടുത്ത സംഖ്യ കിട്ടി. അങ്ങനെ പ്രത്യേകം റൂളായ 1 വീതം കൂട്ടിയാണ് നമ്മൾ നെക്സ്റ്റ് ടേംസിനെ കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ പാറ്റേൺസ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു നമ്പർ പാറ്റേൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്പർ പാറ്റേൺ ആണ്. അടുത്ത നോക്കിയേ, 2ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ തൊട്ടടുത്തുള്ള ആളെ കിട്ടി, വീണ്ടും അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ അടുത്തുള്ള ആളെ കിട്ടി, വീണ്ടും 2 കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? അടുത്തുള്ള ആളെ കിട്ടി. അതും ഒരു നമ്പർ പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാം. ഒരു പ്രത്യേക റൂൾ അവിടെ അനുസരിക്കുന്നുണ്ട്. എന്താണ്? അടുത്തടുത്ത സംഖ്യയുടെ കൂടെ 2 കൂട്ടിയാണ് പോയേക്കുന്നത്. അടുത്ത് നോക്കിയാലോ, 3ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ നമുക്ക് 6 കിട്ടി, വീണ്ടും ഒരു 3 കൂട്ടിയപ്പോൾ 9 കിട്ടി, വീണ്ടും ഒരു 3 കിട്ടിയപ്പോൾ 12 കിട്ടി, വീണ്ടും ഒരു 3 കൂട്ടിയപ്പോൾ 15 കിട്ടി. അങ്ങനെ ഇവിടെയും 3 വീതം ആഡ് ചെയ്താണ് ഈ ഒരു പാറ്റേൺസ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതും ഒരു നമ്പർ പാറ്റേൺ ആണ്. ഇനി നോക്കിയേ, 1 4 9 16. നോക്കിയേ, 1ൻ്റെ സ്ക്വയർ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. 1ൻ്റെ സ്ക്വയർ ആണ് എഴുതിയേക്കുന്നത്. അടുത്ത 2ൻ്റെ സ്ക്വയർ ആണ് എഴുതിയേക്കുന്നത്. അടുത്തത് 3ൻ്റെ സ്ക്വയർ ആണ് എഴുതിയേക്കുന്നത്. അടുത്ത 4ൻ്റെ സ്ക്വയർ ആണ് എഴുതിയേക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ് എഴുതിയേക്കുന്നത്. അതും ഒരു റൂളാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നമ്പർ പാറ്റേൺ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു പ്രത്യേക റൂൾ അനുസരിച്ച് ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ എന്ന് എഴുതാൻ കഴിയുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നമ്പർ പാറ്റേൺ എന്ന് വിളിച്ചത്. ഇവിടെ നോക്കിയേ, അടുത്തൊരു പാറ്റേൺ നോക്കിയേ, ഇത് 1ൻ്റെ ക്യൂബാണ്, ഇത് 2ൻ്റെ ക്യൂബാണ്, 27 എന്ന് പറയുന്ന 3ൻ്റെ ക്യൂബാണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നമ്പർ പാറ്റേൺസ് എന്ന് വിളിക്കാം. അപ്പം നമ്പർ പാറ്റേൺസ് എന്താണെന്ന് മറന്നുപോയവർക്കായിട്ട് പറയുകയാണ്. എന്താണ്? ഒരു പ്രത്യേക റൂൾ അനുസരിച്ച് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നിങ്ങനെ എഴുതാൻ കഴിയുന്ന ഒരു കൂട്ടം സംഖ്യകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നമ്പർ പാറ്റേൺസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്പർ പാറ്റേൺസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. എന്തെങ്കിലും ഒരു റൂള് മതി. ഇവിടെ നോക്കിയേ, +1 കൂട്ടുകയാണ്, ഇവിടെ 2 വീതം കൂട്ടിപ്പോകുന്നു, ഇവിടെ 3 വീതം കൂട്ടിപ്പോകുന്നു, ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ് പോയേക്കുന്നത്, ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബാണ് പോയേക്കുന്നത്. അതിനി കുറയ്ക്കുകയാണ്, വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കുന്ന എഴുതാം അല്ലേ. 5 4 1 3 2 1 എന്നും പറഞ്ഞ് എഴുതാം അല്ലേ. ഇവിടെ എന്താ പ്രത്യേകത? 1 വീതം കുറച്ചാണ് എഴുതിയേക്കുന്നത് അല്ലേ. അങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു റൂൾ ഒബേ ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാറ്റേണിനകത്ത് എന്തെങ്കിലും ഒരു റൂളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നമ്പർ പാറ്റേൺ എന്ന് വിളിക്കും. അപ്പോൾ എന്തായിരിക്കും ഈ അരിത്തമെറ്റിക് സീക്വൻസ്? ഇതേ നോക്കി, ഞാനൊരു കുറച്ച് സീക്വൻസ് എഴുതുകയാണ്. നോക്കാം എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നോക്കാം. 5 10 15 20 25 എക്സെട്ര. 3 7 11 15 എക്സെട്ര. 10 20 30 40 എക്സെട്ര.
ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കി 5ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ നമുക്ക് 10 കിട്ടി, 5ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 10 കിട്ടി, വീണ്ടും 10ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 15 കിട്ടി, വീണ്ടും 15ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 20 കിട്ടി, വീണ്ടും 20ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 25 കിട്ടി അല്ലേ. തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് തമ്മിൽ നോക്കിയാൽ 10ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടും അല്ലേ. ഇനി നോക്കിയാൽ 15ൽ നിന്ന് 10 കുറച്ചാലോ, 15ൽ നിന്നും 10 കുറച്ചാലും നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും അല്ലേ. അങ്ങനെ തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കോമൺ നമ്പറായിട്ട് കിട്ടും. നോക്കി ഇവിടെ എല്ലായിടവും 5 എന്ന് കിട്ടും അല്ലേ. നോക്കി 20ൽ നിന്ന് 15 കുറച്ചാലും നമുക്ക് 5 എന്ന് കിട്ടും, 25ൽ നിന്നും 20 കുറച്ചാലും എന്ത് ചെയ്യും? 5 എന്ന് കിട്ടും. അപ്പം തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോമൺ നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. എന്താ പറഞ്ഞത്? തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോമൺ നമ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങിയിട്ട്, ഇപ്പോൾ ഇവിടെ 5ൽ തുടങ്ങിയിട്ട് വീണ്ടും 5 വീതം ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. എന്താണ്? ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങിയിട്ട് ഏതോ ഒരു നമ്പർ മാത്രം ആഡ് ചെയ്ത് പോകുന്നു, അതിനെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. ഇവിടെ നോക്കിയേ 3ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 7 കിട്ടി അല്ലേ. ഈ 7ൻ്റെ കൂടെ വീണ്ടും 4 കൂട്ടിയപ്പോൾ 11 കിട്ടി അല്ലേ. 11ൻ്റെ കൂടെ വീണ്ടും 4 കൂട്ടിയപ്പോൾ 15 കിട്ടി അല്ലേ. ഇവിടെ നമുക്ക് പറയാം 3ൽ തുടങ്ങിയിട്ട് 4 വീതം കൂട്ടി പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, 3ൽ തുടങ്ങി 4 വീതം കൂട്ടി പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. ഇവിടെ എല്ലായിടവും കൂട്ടിയേക്കുന്നത് എത്രയാണ്? 4 കൂട്ടിയേക്കുന്നത്. അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 7 - 3 എത്ര കിട്ടും? 4 കിട്ടും. 11 - 7 എത്ര കിട്ടും? 4 കിട്ടും. 15 - 11 എത്ര കിട്ടും? 4 കിട്ടും. അങ്ങനെ അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് കിട്ടും? നമുക്ക് ഒരു കോമൺ നമ്പറായ 4 എന്ന് കിട്ടും. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കാം. ഇവിടെ നോക്കിയാൽ 10ൻ്റെ കൂടെ 10 കൂട്ടിയപ്പോൾ നമുക്ക് 20 കിട്ടി അല്ലേ. 20ൻ്റെ കൂടെ 10 കൂട്ടിയപ്പോൾ നമുക്ക് 30 കിട്ടി. 30ൻ്റെ കൂടെ 10 കൂട്ടിയപ്പോൾ നമുക്ക് 40 കിട്ടി. തിരിച്ചു പറഞ്ഞാലോ 40 - 30 നമുക്ക് 10 കിട്ടും. 30 - 20 നമുക്ക് 10 കിട്ടും. 20 - 10 നമുക്ക് എന്ത് കിട്ടും? 10. അങ്ങനെ തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കോമൺ നമ്പർ ആണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. സമാന്തര ശ്രേണി എന്ന് വിളിക്കാം. ഇനി നമുക്ക് എന്താണ് സമാന്തര ശ്രേണിയുടെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ഇത് നോക്കിയേ, സമാന്തര ശ്രേണികൾ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി, ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു സംഖ്യയിൽ തുടങ്ങി വീണ്ടും വീണ്ടും ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കിട്ടുന്ന ശ്രേണിയെ നമുക്ക് സമാന്തര ശ്രേണി എന്ന് പറയാം. വേണമെങ്കിൽ നമുക്കത് 1ൽ തുടങ്ങുന്നു, 1ൽ തുടങ്ങിയിട്ട് 5 വീതം കൂട്ടി പോകുന്ന ഒരു സമാന്തര ശ്രേണി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 1, 6, 11, 16, 21 എന്നും പറഞ്ഞിങ്ങനെ പോകാം അല്ലേ. 5 വീതം കൂട്ടി പോകുന്നു. എവിടെ തുടങ്ങുന്നു? 1ൽ തുടങ്ങുന്നു. ഓക്കെ, ഇതിൻ്റെ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ, ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങുന്നു, ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് വൺ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ. ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. ഇവിടെ അഡിഷൻ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും നമ്പർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് പോകുന്നു. അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിനെ മാത്രം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഇല്ലാത്തതിനെ എല്ലാം, വേറെ ഏത് റൂൾ വരുന്നതിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? നമ്പർ പാറ്റേൺ എന്ന് വിളിക്കാം. അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. നമ്പർ പാറ്റേൺ എന്ന് വെച്ചാൽ ഏത് റൂളും ഒബേ ചെയ്യും. പക്ഷേ അരിത്തമെറ്റിക് സീക്വൻസിനകത്തുള്ള പ്രത്യേകത എന്താ? ഏതെങ്കിലും ഒരു കോമൺ നമ്പർ ആഡ് ചെയ്ത് പോകണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഇതിനകത്തുള്ള കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാം. അതേ നോക്കിയേ, ഞാനൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുകയാണ്. 5, 10, 15, 20 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 10ഉം 5ഉം കൂടെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, 5 കിട്ടും. ഓക്കെ, ഇനി 15ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 15ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, അതും 5 കിട്ടും. ഇനി 20ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, അതും നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അങ്ങനെ എല്ലായിടത്തുള്ള ഡിഫറൻസ്, എല്ലാ നമ്പേഴ്സ് തമ്മിലുള്ള അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോമൺ നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാം.
ഓക്കെ, ഇതിനകത്തിലെ ഒന്നാമത്തെ ടേം ഇത് ആദ്യം കിടക്കുന്ന ടേം 5 എന്നുള്ളതാണ് അല്ലേ. അതിനെ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് വിളിക്കാം. ഫസ്റ്റ് ടേം എന്ന് വിളിക്കാം. മനസ്സിലായോ? ഒന്നാമത്തെ ആൾ, ഒന്നാമത്തെ ടേം, ഫസ്റ്റ് ടേം, ഒന്നാം പദം, അല്ലെങ്കിൽ നമ്മൾക്ക് മലയാളത്തിൽ എന്ത് പറയാം? ഒന്നാം പദം എന്ന് വിളിക്കാം. ഒന്നാം പദം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത് കിടക്കുന്ന ആളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെക്കൻഡ് ടേം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടാം പദം എന്ന് വിളിക്കാം. സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് കിടക്കുന്ന ആളെ നമുക്ക് തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാം പദം എന്ന് വിളിക്കാം. നാലാമത് കിടക്കുന്ന ആളെ ഫോർത്ത് ടേം അല്ലെങ്കിൽ നാലാം പദം എന്ന് വിളിക്കാം അല്ലെ. അങ്ങനെ ഓരോ സ്ഥാനത്ത് കിടക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടേം എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ആൾക്കാരെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ടേം എന്ന് വിളിക്കാം. അവർ കിടക്കുന്ന പൊസിഷൻ നോക്കിയിട്ട് ഒന്നാം ടേം, രണ്ടാം ടേം, മൂന്നാം ടേം എന്നിങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് അവസാനം കിടക്കുന്ന ആളെ നമുക്ക് എന്ത് ടേം എന്ന് വിളിക്കാം? അവസാനം കിടക്കുന്ന ആളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എന്ത് ടേം എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എവിടെയാണോ അവസാന പദം നമ്മൾ പറയുന്നത്. ഇപ്പോൾ 20 ടേമേ ഉള്ളെങ്കിൽ 20ാമത്തെ ടേം, 50 ടേം ഉണ്ടെങ്കിൽ 50ാമത്തെ ടേം. എത്രയാണോ നമ്മൾ പറയുന്ന സീക്വൻസിനകത്തിലെ അവസാന പദം, ആ അവസാന പദത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എന്ത് ടേം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്നാം പദം എന്ന് വിളിക്കാം. എന്ത് ടേം അല്ലെങ്കിൽ എന്നാം പദം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ടേംസ് എന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം എല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ മുമ്പേ പറഞ്ഞു ഏതോ ഒരു നമ്പർ ആഡ് ചെയ്താണ് പോകുന്നത് അല്ലേ. +5 വീതം നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് പോകുന്നു. 5 വീതം ആഡ് ചെയ്ത് പോകുന്നു. ഈ 5നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ്. ഇവിടെ എല്ലാം ഉള്ള ഡിഫറൻസ് എന്താണ്? കോമൺ ആണ്. അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എല്ലായിടവും എന്താണ്? കോമൺ നമ്പറാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. മലയാളം പറയുകയാണെങ്കിൽ പൊതുവായിട്ടുള്ള വ്യത്യാസം എന്ന് വിളിക്കുന്നു. പൊതുവ്യത്യാസം. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ഡി ആണ്. ടേമിനെ എല്ലാം നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ x1, x2, x3 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. x1 എന്ന് പറയുന്ന ഒന്നാം പദം, x2 എന്ന് പറയുന്ന രണ്ടാം പദം, x3 എന്ന് പറയുന്ന മൂന്നാം പദം, അങ്ങനെ ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ a1, a2, a3 എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. a1, a2, a3 ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് പൊതുവ്യത്യാസം? അടുത്തടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും കോമൺ ആയിരിക്കും. അങ്ങനെയുള്ള പാറ്റേൺസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളടുത്ത പൊതുവ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡി എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കി, ഇക്വേഷൻ നോക്കിയേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലെ. അടുത്തടുത്ത് കിടക്കുന്ന 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം? x2 - x1 എന്ന് പറയാം. ഇത് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. x2 - x1 രണ്ടിൽ നിന്നും അല്ലെങ്കിൽ രണ്ടാം ഭാഗത്തിൽ നിന്നും ഒന്നാം ഭാഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാം x3 - x2 എന്ന് പറയാം അല്ലെ. x3 - x2 എന്ന് പറയാം. അല്ലെങ്കിൽ x4 - x3 എന്ന് പറയാം. x4 - x3 എന്നും പറയാം അല്ലേ. അങ്ങനെ കോമൺ ഡിഫറൻസ് എല്ലായിടവും സെയിം ആണ്. അതുകൊണ്ട് അടുത്തടുത്ത് കിടക്കുന്ന ഏത് 2 പദം എടുത്താലും, ഏതൊരു 2 ടേം എടുത്താലും കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ടേം എന്താണെന്ന് മനസ്സിലായി, എന്ത് ടേം എന്താണെന്ന് മനസ്സിലായി, പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനകത്തിലെ ആദ്യത്തെ ഈ ഒരു ടോപ്പിക്കിനകത്ത് ആദ്യത്തെ കണക്കുകൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് നോക്കിയേ. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസ്. താഴെ പറയുന്ന സീക്വൻസുകൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഗീവ് റീസൺ ആൾസോ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അതിൻ്റെ റീസണും നമ്മൾ എഴുതണം, കാരണവും നമ്മൾ എഴുതണം, ഇതിൻ്റെ കോമൺ ഡിഫറൻസും നമുക്ക് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിസിബിൾ ബൈ 4. ഓക്കെ, നാച്ചുറൽ നമ്പറിൻ്റെ സീരീസാണ് നമ്മൾ എഴുതേണ്ടത്. നാച്ചുറൽ നമ്പറിൻ്റെ സീരീസ്. പക്ഷേ ആ നാച്ചുറൽ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടണം. ആ നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടണം. നമുക്കറിയാം നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? അതെ, 1, 2, 3, 4, 5, 6, 7, 8, 9,
10 ഇങ്ങനെ പോകുന്നതാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് നാച്ചുറൽ നമ്പർ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, നമ്മൾ എഴുതുന്ന സീക്വൻസിന് എന്ത് ചെയ്യണം, ആ ഓരോ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് മാത്രമേ എഴുതാവുള്ളൂ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ്. നോക്കിയേ, നാച്ചുറൽ നമ്പർ 1 തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്ന ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടണം. അതിന് വേണ്ടി ഒരു എളുപ്പ വഴി പറയട്ടെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എവിടെ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും, അല്ലെങ്കിൽ റിമൈൻഡർ 2 കിട്ടും. അങ്ങനെ എവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട എത്ര കൊണ്ടാണ്? 4 കൊണ്ടാണ് അല്ലേ. ആദ്യം 4നെ 0 കൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്യണം. 4നെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. ഏതൊരു സംഖ്യയെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താലും 0 എന്ന് കിട്ടും. എന്നിട്ട് എന്താ റിമൈൻഡർ കിട്ടണ്ടേ? 1 റിമൈൻഡർ കിട്ടണ്ടേ അല്ലേ. ആ റിമൈൻഡർ ഇവിടെ അങ്ങ് കൂട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പറായ എത്ര കിട്ടും നമുക്ക്? 4 × 0 0, 0 + 1 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ നമ്പർ 1 ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും? നമുക്ക് 4 കിട്ടും. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 1നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര പ്രാവശ്യം ചെയ്യാം? നമുക്ക് 0 പ്രാവശ്യം ചെയ്യാം അല്ലേ. 0 × 4 0 കിട്ടും. റിമൈൻഡർ 1 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. എളുപ്പം എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് 4 × 0 + 1. ഏതൊരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 0 കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 ഡിവൈഡ് ചെയ്യണ്ടേ. 4നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അതിൻ്റെ കൂടെ 1 കൂട്ടുക, റിമൈൻഡർ ആയിട്ട് 1 കൂട്ടുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 4 × 1 4 + 1 5 എന്ന് കിട്ടും. ഓക്കെ, 5. രണ്ടാമത്തെ നമ്പർ 5. ഓക്കെ ആണോ? ഓക്കെ. ഇനി മൂന്നാമത്തെ നമ്പർ കിട്ടണമെങ്കിലോ 4 × 2 4 × 2. ഇവിടെ നോക്കിയാൽ 0 1 2. അടുത്ത എത്ര വരും? 3 വരും. അടുത്ത 4 വരും അല്ലേ. 4 × 3 4 × 4 അല്ലേ. +1. എല്ലായിടവും റിമൈൻഡർ 1 ആണ് തന്നേക്കുന്നത്, അതുകൊണ്ട് റിമൈൻഡർ കൂട്ടുക. ഇവിടെ നോക്കിയേ 4 × 2 8 8 1 9. ഇവിടെ നോക്കിയേ 4 × 3 12 12 1 13. ഇവിടെ നോക്കിയേ 4 × 4 16 16 1 17. ഓക്കെ, അപ്പോൾ നമ്മുടെ സീരീസ് ഇതാണ് 1 5 9 13 17. ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ്. ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇനിയും തീർന്നില്ല, ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ്. ഓക്കെ, നോക്കിയേ. ഇനി ഡൗട്ടുള്ളവർ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാകാത്തവർ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? 0 ആദ്യം 0 ഗുണിക്കുക, റിമൈൻഡർ കൂട്ടുക. അത് കഴിഞ്ഞ് 1 0 1 2 3 4 എന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോന്നിനെയും ഗുണിക്കുക, റിമൈൻഡർ കൂട്ടുക. സിമ്പിൾ കാര്യമാണ് അല്ലേ. ഇനി ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക? ആദ്യം 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ സംഖ്യയും ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്ര വരുന്നതെന്ന് നോക്കുക. അതിനകത്തിൽ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിനെ എല്ലാം നമ്മൾ നിരത്തി എഴുതി. ഓക്കെ ആണോ പറഞ്ഞത്? റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? നിരത്തി അങ്ങോട്ട് എഴുതി. ഇനി എന്താ പറയുന്നത്? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും അടുത്തടുത്ത 2 നമ്പേഴ്സ് തമ്മിൽ കുറയ്ക്കുന്നത് ഒരു കോമൺ നമ്പർ കിട്ടും. ഇവിടെ നോക്കി അടുത്തടുത്ത് കിടക്കുന്ന 1ഉം 5ഉം, 5ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ ആണോ? അടുത്ത 9ഉം 5ഉം, 9ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. അടുത്ത 13 - 9 4 കിട്ടും അല്ലേ. എല്ലായിടവും കോമൺ ഡിഫറൻസ് ആയിട്ട് എത്ര കിട്ടുന്നുണ്ട്? 4 കിട്ടുന്നുണ്ട്. കോമൺ ഡിഫറൻസ് എത്ര കിട്ടുന്നുണ്ട്? 4 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം 1ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 5 കിട്ടിയത്. 5ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 9 കിട്ടി. 9ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 13 കിട്ടി. അങ്ങനെ ഒരേ സംഖ്യകൾ ഇങ്ങനെ ആവർത്തിച്ചാണ് കൂട്ടി പോയേക്കുന്നത്. ഇനി കോമൺ ഡിഫറൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 5 - 1 = 4 കോമൺ ഡിഫറൻസ്. ഓക്കെ ആണോ പറഞ്ഞത് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. എന്താ പറഞ്ഞേക്കുന്നത്? റിമൈൻഡർ 1 കിട്ടണം, 2 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സിലെല്ലാം എടുക്കണം. നാച്ചുറൽ നമ്പേഴ്സിനെയാണ് വേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞു പോകുന്ന നമ്പർ. ആ നമ്പറിൽ നിന്നും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടണം, 2 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 1 അല്ലേ. റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 4 × 0 പ്ലസ് റിമൈൻഡർ 1 നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടി. അടുത്ത 4 × 1 + 1 അല്ലേ. റിമൈൻഡർ 1 കൂട്ടിയപ്പോൾ 5 കിട്ടി. അടുത്ത 4 × 2 + 1
9 കിട്ടി. 4 ഇൻറ്റു 3 പ്ലസ് 1 അല്ലേ, എത്ര കിട്ടി നമുക്ക്? 13 കിട്ടി. ഓക്കെ, ഇനി എന്താ റിമൈൻഡർ 2 വരണം. അടുത്ത റിമൈൻഡർ 2 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം 4 ഇൻറ്റു 0 പ്ലസ് 2 എത്ര കിട്ടും? 2 കിട്ടും. അടുത്ത 4 ഇൻറ്റു 1 പ്ലസ് 2 എത്ര കിട്ടും? 6 കിട്ടും. അടുത്ത 4 ഇൻറ്റു 2 പ്ലസ് 2 10 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്പേഴ്സ് എടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ടെടുത്തുകൊണ്ട് അല്ലേ, 1 റിമൈൻഡർ കിട്ടുന്നതുകൊണ്ട് 2 റിമൈൻഡർ കിട്ടുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ക്രമമായിട്ട് എഴുതണം. ആദ്യം 1 എഴുതി, അത് കഴിഞ്ഞ് 2 എഴുതണം, അത് കഴിഞ്ഞ് 2 വരണം. ഇനി 3ഉം 4ഉം ഇല്ല, അത് കഴിഞ്ഞ് 5 ഉണ്ട്, അത് കഴിഞ്ഞ് 6 ഉണ്ട്. കണ്ടോ, 5 6 9 10 9 10. ഓക്കെ, ഇങ്ങനെ പോകും നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പോകും നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഈ പാറ്റേൺ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്ത് ചെയ്യണം? ഒന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 2 കിട്ടുന്നത്? 1 കൂട്ടിയാൽ 2 കിട്ടും അല്ലേ. ഇനി 2ൻ്റെ കൂടെ 3 കൂട്ടിയാലാണ് 5 കിട്ടുന്നത്. 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6 കിട്ടും. 6ൻ്റെ കൂടെ വീണ്ടും 3 കൂട്ടിയാൽ 9 കിട്ടണം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. കാരണം എന്താ പറയേണ്ടത്? കാരണം എന്ത് പറയണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ ഒരു കോമൺ നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇവിടെ 1 കൂട്ടുന്നുണ്ട്, പിന്നെ 3 കൂട്ടുന്നുണ്ട്. അതൊരു കോമൺ നമ്പർ അല്ല അല്ലേ. ഒന്നെങ്കിൽ 1 മാത്രം ആഡ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ 3 മാത്രം ആഡ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് പറയാം ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുക്കുക. നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ 1 2 3 4 5 6 എന്നും പറഞ്ഞ് പോകുന്നതാണ് നാച്ചുറൽ നമ്പർ. അതിൻ്റെ സ്ക്വയർ എടുക്കുക. അതിൻ്റെ സ്ക്വയർ നോക്കുക. സ്ക്വയർ എടുത്തു അല്ലേ. 1ൻ്റെ സ്ക്വയർ എത്ര? 1. 2ൻ്റെ സ്ക്വയർ എത്ര? 4. 3ൻ്റെ സ്ക്വയർ എത്ര? 9. 4ൻ്റെ സ്ക്വയർ എത്ര? 16. 5ൻ്റെ സ്ക്വയർ എത്ര? 25. ഇനി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നോക്കിയേ, 1ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 4 കിട്ടും. 4ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് 9 കിട്ടിയത്. 9ൻ്റെ കൂടെ വീണ്ടും 5 കൂട്ടിയപ്പം 16 കിട്ടി. 16ൻ്റെ കൂടെ 9 കൂട്ടിയപ്പോഴാണ് 25 കിട്ടിയത് അല്ലേ. ഓക്കെ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. കാരണം ഇവിടെ പൊതുവായിട്ടുള്ളൊരു നമ്പറല്ല ആഡ് ചെയ്ത് പോയേക്കുന്നത്. പൊതുവായിട്ടുള്ള നമ്പറല്ല എന്ത് ചെയ്ത് പോയേക്കുന്നത്? ആഡ് ചെയ്ത് പോയേക്കുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത് നോക്കിയേ. റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. ഇവിടെ നോക്കിയേ, നാച്ചുറൽ നമ്പർ അറിയാം 1 2 3 4 5. ഇതിൻ്റെ എല്ലാം റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? 1ൻ്റെ റെസിപ്രോക്കൽ ഏതാ? 1/1, അത് 1 തന്നെ. ഇനി 2ൻ്റെ റെസിപ്രോക്കൽ ഏതാ? 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നമ്പറിൻ്റെ താഴെയും 1 ഉണ്ട്. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്രമം. മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നേരെ തിരിച്ചിടുക. താഴെയുള്ള 1 മേളിൽ വരും, മേളിലുള്ള 2 താഴെ പോവും. 1/2. അപ്പം 1/2. അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 1/3. അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 1/4. അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 എന്ന് പറയാം അല്ലേ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദ്യം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഓക്കെ, നോക്കണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? 1/2ൽ നിന്നും 1 കുറച്ച് നോക്കുക. 1/2 മൈനസ് 1/2 മൈനസ് 1. 1/2ൽ നിന്നും 1 കുറച്ച് നോക്കുക. എങ്ങനെ? ഏതൊരു നമ്പറിൻ്റെ താഴെയും ആരുണ്ട്? 1 ഉണ്ട്. ഇവിടുത്തെ ഒരു ഫ്രാക്ഷനാണ് അല്ലേ, ഫ്രാക്ഷനാണ്. എങ്ങനെ 2 ഫ്രാക്ഷൻ തമ്മിൽ കുറയ്ക്കുന്നത്? 2 ഫ്രാക്ഷൻ തമ്മിൽ കുറയ്ക്കാൻ പഠിച്ചു വെച്ചേക്കുക. അറിയാത്തൊരു ആദ്യമേ ഈ മേളിലുള്ള ആളെ താഴേക്ക് ഗുണിക്കുക. 1 ഇൻറ്റു 1 1 ഇൻറ്റു 1 1. ഇനി ഇവിടെ നടുക്ക് തന്നേക്കുന്ന ചിഹ്നം ഏതാ? മൈനസ്. ആ മൈനസ് കൊടുത്തു. ഇനി ഇവിടെ ഉള്ള ആളെ മേളോട്ട് ഗുണിക്കുക. 2 ഇൻറ്റു 1 2. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2 ഇൻറ്റു 1 2. ഓക്കെ, ആൻസർ എത്ര കിട്ടും നമുക്ക്? -1/2 എന്ന് കിട്ടും. -1/2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യുക? അടുത്ത 1/3യും 1/2വും കൂടെ കുറയ്ക്കുക. 1/3 -1/2. 1/3 -1/2. ഇവിടെ നോക്കിയേ, എങ്ങനെ 2 ഫ്രാക്ഷൻ കുറയ്ക്കുന്നത്? 1 ഇൻറ്റു 2 2 ചെയ്യുക. മൈനസ്, ഇവിടെ മൈനസ് കൊടുത്തേക്കുന്നത് മൈനസ്. 3 ഇൻറ്റു 1 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 6. ഓക്കെ ആണോ? 2 - 3 എത്ര കിട്ടും? -1. -1 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഡിഫറൻസ് -1/2 കിട്ടും. ഇവിടുത്തെ ഡിഫറൻസ് -1/6 കിട്ടും. നോക്കിയേ, ഈക്വൽ അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ പവർ ഓഫ് 2. 2ൻ്റെ പവർ. ഉദാഹരണം 2ൻ്റെ പവർ എന്ന് വെച്ചാൽ ആദ്യത്തെ പവർ നോക്കിയാൽ 2^1 2^1 2^2 2^3 അങ്ങനെ പോവും അല്ലേ. ഓക്കെ, 2^1 എത്ര? 2 ആണ്. 2^2 എത്ര? 4 ആണ്. 2^3 എത്രയാ? 8 ആണ്. ഇങ്ങനെ പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഇങ്ങനെ പോകുന്ന ഒരു നമ്പർ പാറ്റേൺ. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്കിയേ, 2ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 4 കിട്ടി. 4ൻ്റെ കൂടെ 4
4 കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത് അല്ലേ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹാഫ് ഓഫ് ദ ഓഡ് നമ്പർ, ഓഡ് നമ്പറിൻ്റെ ഹാഫ്. ഓഡ് നമ്പർ ഏതൊക്കെയാണ്? ഓഡ് നമ്പർ എന്ന് പറയുന്നത് 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്നതാണ് ഓഡ് നമ്പർ. ഈ ഓരോ ഓഡ് നമ്പറിൻ്റെയും പകുതി, ഓരോ ഓഡ് നമ്പറിൻ്റെ പകുതി എന്ന് വെച്ചാൽ 1ൻ്റെ പകുതി 1/2. ഓക്കെ, 3യുടെ പാതി 3/2. അടുത്ത 5ൻ്റെ പാതിയോ 5/2. 7ൻ്റെ പാതി 7/2. ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന സീക്വൻസ്. ഓക്കെ, ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ സീക്വൻസ്. ഈ ഓഡ് നമ്പേഴ്സിൻ്റെ പകുതിയായി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ച് നോക്കണം. അതേപോലെ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ച് നോക്കണം. അതിൻ്റെ വ്യത്യാസം ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് അല്ലേ. ആദ്യം നോക്കിയേ, 3/2 മൈനസ് 1/2. ഇവിടെ രണ്ടിടത്തും ഫ്രാക്ഷനകത്ത് ഈ രണ്ടിടത്തും എന്താ ഡിനോമിനേറ്റർ സെയിം നമ്പർ ആയതുകൊണ്ട് കുറയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അംശം തമ്മിൽ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മതി. 3 - 1 / 2. 3 - 1 എത്ര? 2 ആണ്. 2 / 2 ആൻസർ 1 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അടുത്ത നമ്പർ നോക്കിയേ, 5/2. 5/2 മൈനസ് 3/2 എത്ര കിട്ടും നമുക്ക്? ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അതേ ഡിനോമിനേറ്റർ എഴുതിയിട്ട് അംശം തമ്മിൽ എന്ത് ചെയ്യുക? കുറച്ച് 5 - 3 2. 2 / 2 1 എന്ന് കിട്ടി. ഇവിടെയും 1 എന്ന് കിട്ടി. അതേപോലെ നോക്കിയേ, 7 / 2 മൈനസ് 5/2. ഇവിടെയും ആൻസർ എത്ര കിട്ടും? കോമൺ ആയിട്ട് 2 ഉണ്ട്. 7 - 5 2 അല്ലേ. 2 / 2 ആൻസർ എത്ര കിട്ടും? 1. ഇവിടെയും 1 എന്ന് കിട്ടി. മനസ്സിലായ പറഞ്ഞത്? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ എല്ലാം ഡിഫറൻസ് എത്ര കിട്ടി? 1 കിട്ടി. കോമൺ നമ്പറാണ്, സെയിം നമ്പറാണ്. അതുകൊണ്ട് ഇത് നമുക്ക് പറയാം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ആദ്യത്തെ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി, ടേം എന്താണെന്ന് മനസ്സിലായി, പൊതുവ്യത്യാസം എന്താണെന്ന് മനസ്സിലായി. അത് വെച്ച് ഓരോ സീക്വൻസ് എഴുതിയിട്ടും ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അതുവരെ ബൈ.